പ്രധാനപ്പെട്ട സമയങ്ങളിൽ ആദ്യത്തെ 6 മണിക്കൂർ എന്ന് പറയുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏതന്വേഷണമായാലും ആദ്യത്തെ കുറച്ച് സമയം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്തിനുള്ളിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകാൻ വേണ്ടി പോലീസിന് കഴിയാതിരുന്ന ഒരു പരാതി കിട്ടാത്തത് കൊണ്ടാണ്. എന്തായാലും അതിനുശേഷം കാര്യക്ഷമമായി ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ അന്വേഷണം നടന്നിട്ടുണ്ട്. എന്തോ ഒരു ലീഡിലേക്ക് കേരള പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് എന്താണ് എന്ന കാര്യത്തിലാണ് നമുക്ക് ഇത് വിവരം ലഭിക്കാത്തത്. എന്തോ ലീഡ് കിട്ടിയിട്ടുണ്ട്. ആ ലീഡിൽ പിടിച്ചാണ് പോലീസ് ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കേരള പോലീസ്. അത് കേരള പോലീസ് തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായം തേടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ നാഗർകോവിൽ എസ് പിയുടെ സഹായം തേടിയിട്ടുണ്ട്. കന്യാകുമാരി എസ് പിയുടെ സഹായം തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം DCPയും ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും കന്യാകുമാരി എസ് പിയും നാഗർകോവിൽ എസ് പിയും അവരെ ബാച്ച്മേറ്റ്സ് ആയിരുന്നു. അങ്ങനെ സൗഹൃദം കൂടിയുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടുതൽ സഹായം കേരള പോലീസിന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായിട്ടാണ് വയസ്സുകാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലേക്ക് നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലുടനീളം വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത്, തൃശ്ശൂരും പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. കാരണം അസം സ്വദേശിയായിരുന്നു പെൺകുട്ടി. അസം സ്വദേശിയായതുകൊണ്ട് അസമിലേക്കുള്ള ട്രെയിനിൽ ഈ പെൺകുട്ടി പോകുമോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അസമിലേക്കുള്ള ട്രെയിൻ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ പരിശോധന കേരള പോലീസ് നടത്തിയത്. പക്ഷേ കാര്യമായ വിവരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാണാതായ ഒരു പെൺകുട്ടിയെ തൃശ്ശൂർ വെച്ച് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് കേരള പോലീസിന് മറ്റൊരു വിവരം, അതായത് ഈ ഒരു പെൺകുട്ടി ഇരുന്ന് കരയുന്നത് കണ്ട ഈ പെൺകുട്ടിയുടെ അടുത്തിരുന്നൊരു സ്ത്രീ എടുത്ത ആ ഫോട്ടോ കേരള പോലീസിലേക്ക് വരുന്നത്. അത് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുക പെൺകുട്ടിയാണെന്ന് മനസ്സിലാകുക. അത് പിതാവിനെ കാണിക്കുകയും പിതാവ് ഇതാണ് തന്റെ മകൾ എന്ന് കൃത്യമായി വ്യക്തത വരുത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് ആ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. ആ അന്വേഷണം ഇപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ആശ്വാസ വാർത്ത എന്തായാലും കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. പാരിഷ, ശരി, കുഞ്ഞിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ അതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് സേഫ് പറഞ്ഞതുപോലെ തന്നെ കടന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കന്യാകുമാരിയിലേക്ക് 4 അംഗ സംഘം പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു വനിതാ SI ഉൾപ്പെടെയുള്ള സംഘമാണ് പുറപ്പെട്ടിരിക്കുന്നത്.